കേരളത്തിന്റെയും കർണാടകയുടെയും അതിർത്തി പങ്കിടുന്ന വന്യ സൗന്ദര്യമുള്ള ഒരു മലപ്രദേശം കഥാഭൂമി. മലയാളത്തിന്റെ ഭാഷാതിർത്തിക്കപ്പുറം സഞ്ചരിക്കുന്ന മനോഹരമായ ദിൻജിത്ത് ബഹുൽ ടീമിന്റെ മറ്റൊരു ക്ലാസ് പടം. എക്കോ എന്ന സിനിമയെ ഏറ്റവും ലളിതമായി ഇങ്ങനെ അടയാളപ്പെടുത്താം. യാതൊരു ഹൈപ്പും കൂടാതെ ക്യാമ്പയിൻ മാർക്കറ്റിങ്ങിനേക്കാളും മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം മൗത്ത് പബ്ലിസിറ്റി നേടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എക്കോ എന്ന് തന്നെ പറയാം. താരസാന്നിധ്യത്തിനേക്കാൾ മലയാള സിനിമാ പ്രേമികൾ നിലവിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഉള്ളടക്കത്തിനും അവതരണത്തിനുമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചിത്രം. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ എത്തിയ ഈ ചിത്രം പക്ഷേ ആ ചിത്രത്തിന് കിട്ടിയ ഹൈപ്പ്, വൻ അഭിപ്രായവും ബോക്സ് ഓഫീസ് വിജയവും നേടിയ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിന്റെ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്നായിരുന്നു. ദിൻജിത്ത് ബഹുൽ ടീം പ്രേക്ഷകരെ നിരാശരാക്കിയിരുന്നില്ല. ഹൈപ്പോടുകൂടി പടങ്ങൾ ഇറങ്ങുകയും പിന്നീട് തിയേറ്ററുകളിൽ പരാജയപ്പെടുന്നതും അടുത്ത കാലത്ത് മലയാള സിനിമ കണ്ടിരുന്ന ഒരു ആചാരമായിരുന്നു. ഒരിടത്തും വിരസത തോന്നിക്കാത്ത വിധം കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്ന കെട്ടുറപ്പുള്ള ആഖ്യാനമാണ് ചിത്രത്തിൻ്റെത്. ഇപ്പോഴിതാ എക്കോയുടെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. നവംബർ 21 വെള്ളിയാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. പ്രമുഖ ട്രാക്കർമാരായ സാറ്റിൽസിന്റെ കണക്ക് പ്രകാരം 6 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ 10.4 കോടിയാണ്. റിലീസിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഏറ്റവും വലിയ കളക്ഷൻ ചിത്രം നേടിയത്. 3.05 കോടിയായിരുന്നു ഇത്. അതേസമയം ഇന്ത്യയിലെ ഗ്രോസ് 10.7 കോടിയാണ്. സാക്കിൾസിന്റെ കണക്ക് പ്രകാരം വിദേശത്ത് നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് 5.8 കോടിയാണ്. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 16.5 കോടി. ബാഹുൽ രമേശിന്റെ രചന തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. സ്പൂൺ ഫീഡ് ചെയ്യാതെ പ്രേക്ഷകരുടെ ഭാവനയ്ക്കും ചിന്തകൾക്കും കൂടി ഇടം നൽകിയാണ് സിനിമ അവസാനിക്കുന്നത്. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവം പകരുന്ന ഒന്നാണ്. കിഷ്കിന്ധാകാന്ഡത്തിനും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസ് ആയ കേരള ക്രൈം ഫയൽസ് 2ാം സീസണിനും ശേഷം ബഹുൽ രമേശിന്റെ ആനിമൽ ട്രൈജയിലെ 3ാമത്തെ ഭാഗമായാണ് എക്കോ ഒരുക്കിയിരിക്കുന്നത്. യുവനായകനായ നിരയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സന്ദീപ് പ്രദീപിനും വലിയ നേട്ടമാണ് ഈ ചിത്രം.